ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ചെടി. ഈ ശംഖുപുഷ്പം വീടുകളിൽ അധികം കാണപ്പെടാറില്ല. ഈ ശംഖുപുഷ്പം പല നിറങ്ങളിലായിട്ട് കാണപ്പെടാറുണ്ട്. ഒരു വയലറ്റ് നിറവും അതുപോലെ തന്നെ ഒരു വെള്ള നിറവുമാണ് നമ്മളുടെ വീട്ടിലുള്ളത്. ഞങ്ങളിത് വിത്തിട്ട് അങ്ങനെ മുളപ്പിച്ച് ഒരു ചെറിയ തയ്യായിരുന്നു. ഇപ്പോൾ ഇത് പടർന്ന് നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഇത് വളർന്നു വരുമ്പോൾ തന്നെ ഇതൊരു വള്ളി പോലത്തെ ചെടിയാണ്. അപ്പോൾ ഇതിങ്ങനെ പടർന്ന് പോകുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് പടരാനായിട്ട് ഞാനിതാ ഒരു തുടയ്ക്കുന്ന ഒരു മൂപ്പിൻ്റെ ഒരു കമ്പ് ആണ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ചുറ്റോറും ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഒരു റൗണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൗണ്ടിൽ അങ്ങനെ പടർന്നുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. കുറച്ചും കൂടി തിക്കായി കഴിഞ്ഞാൽ ഇതിന് ഭംഗിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പൂക്കളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. നമ്മുടെ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഉണ്ട് ഈ പൂവ് കുറേ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ. ഇന്നിതാ ഒരെണ്ണവും പോലും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൂവ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ വിത്ത്. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വിത്ത് താനെ തന്നെ പൊട്ടിയിട്ട് ഇങ്ങനെ വീഴാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബ്ലാക്ക് കളറിലുള്ള വിത്ത് കിട്ടും. ഇതാണ് ഇതിൻ്റെ വിത്ത്. ഈ ഒരു വിത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാറേ ഉള്ളൂ. അതിങ്ങനെ മുളച്ച് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ ശംഖുപുഷ്പം വളരുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറേ വിത്തും ഉണ്ട്. ഇനി ഈ വിത്തൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം വേറൊരു പോട്ടിലേക്ക് കുഴിച്ചിടാനായിട്ട്. ഇത് നമ്മളൊരു പോട്ടിലായിരുന്നു ആദ്യം കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പടർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്.